12-ാം ദിവസം വായിക്കേണ്ട ഭാഗങ്ങൾ ആരണ്യകാന്ഡം പേജ് 91 ഖരവധമാണ് കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത്. അതിൻ്റെ തൊട്ട് മുകളിൽ വരെയാണ് വായിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്ന് 12-ാം ദിവസത്തേതാണ് പറയുന്നത്. രാക്ഷസ പ്രവരനായിടിന ഖരം മുമ്പിൽ എന്ന് തുടങ്ങുന്ന പേജ് നമ്പർ 91-ാമത്തെ വരി മുതൽ ദേവിയെ ദേവകളെ പരമേൽപ്പിച്ച മന്ദം പൂർവജൻ തന്നെ കാണുവാൻ നടന്നു സൗമിത്രിയും എന്ന് പറയുന്ന 98-ാമത്തെ പേജിലെ വരി വരെയാണ് 12-ാം ദിവസം വായിക്കേണ്ടത്. ഖരവധം മുതൽ ഇവിടെ വരെ അതെവിടെയാണ് വരുന്നതെന്ന് നോക്കാം. പേജ് നമ്പർ 91 ഖരവധം ഇവിടെ മുതൽ 91-ാമത്തെ പേജ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. പേജ് നമ്പർ 98 ഇവിടെ സീതാപഹരണത്തിന് തൊട്ട് മുകളിൽ വരെയാണ് 12-ാം ദിവസം വായിച്ചു നിർത്തേണ്ടത്. സീതാപഹരണം അതിൻ്റെ തൊട്ട് മുകളിൽ വരെയാണ് 12-ാം ദിവസം വായിച്ചു നിർത്തേണ്ടത്. അതായത് ഏതാണ് സബ് ഹെഡിങ് എന്ന് നോക്കാം. മാരീച നിഗ്രഹം. മാരീച നിഗ്രഹം എന്ന് പറയുന്ന ഈ സബ് ഹെഡിങ് മുഴുവനും വായിച്ചു നിർത്തുക. അപ്പോൾ 12-ാമത്തെ ദിവസം വരെയുള്ളത് ആയി. സീതാപഹരണം അവിടെ വരെയാണ് 12-ാം ദിവസം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം പേജ് നമ്പരും വരികളും. ആരണ്യകാന്ഡം പേജ് നമ്പർ 91 മുതൽ പേജ് നമ്പർ 98 വരെ.